വലിയ മാറ്റങ്ങളില്ലാതെ എല്ലാ ദിവസവും കുറച്ച് നാൾ അത് തന്നെ കൊണ്ടുവച്ചൊരു അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എവിടെ പോസ്റ്റ് ചെയ്യാം? നിങ്ങളുടെ സ്റ്റാറ്റസിൽ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഇനി അത് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് എങ്ങനെ ചെയ്യണം? സ്റ്റാറ്റസ് ഇടുന്നത് നമ്മൾ എല്ലാ കണ്ട ന്യൂസുകളും നമ്മൾ എന്ത് ചെയ്യരുത്? ഷെയർ ചെയ്ത് സ്റ്റാറ്റസിൽ ഇടരുത്. നാളെ എന്താ പറയാ, ഉദാഹരണം പറയണെങ്കിൽ ഓക്കെ നാളെ പണി മുടക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാറ്റസ് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ ഇതൊക്കെ ആളുകൾ അറിയാൻ പോകുന്നതാണ്. നമ്മുടെ സ്റ്റാറ്റസിൽ എന്താണ് പ്രധാനമായിട്ട് എന്താണ് സ്റ്റാറ്റസിന്റെ മീനിങ് ഉള്ളത്? നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ. നെഗറ്റീവായിട്ടുള്ളത് കുറച്ചൊക്കെ ഇടാം. ഉദാഹരണം ഏതെങ്കിലും ഒരു ബിഗ് ലോസ് ഉണ്ടായി, അപ്പോ നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ഒരാള് നഷ്ടപ്പെട്ടു, അതൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, നോ ഇഷ്യൂ. നിങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റാറ്റസ്. ജനറൽ നോളജ് വിളമ്പാനുള്ളതല്ല സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാം, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇവന്റ്, ആ ഇവന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഇടാം. അത് എങ്ങനെയായിരിക്കണം? വിത്ത് ഡിസ്ക്രിപ്ഷൻ. ഐ എം വെരി മച്ച് എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഇവന്റ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഈ വരുന്ന ഈ ദിവസം ഇത്രയും എക്സൈറ്റിംഗ് ആണ് ഒരു ഇവന്റ് നടക്കാൻ പോകുന്നത്. ഉദാഹരണം നാളെ നിങ്ങൾ നടക്കാൻ പോകുന്ന മിറാക്കിൾ മോർണിംഗിന്റെ വളരെ എക്സൈറ്റിംഗ് ആണ് ഒരു സെഷൻ നാളെ കിട്ടാൻ പോവാണ്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഇടാം. ഐ എം വെരി മച്ച് എക്സൈറ്റഡ് അബൌട്ട് ദിസ് സെഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഡിസ്ക്രിപ്ഷനോട് കൂട്ടിയിട്ട് ഇടാം. അപ്പൊ സ്റ്റാറ്റസ് പ്രധാനമായിട്ടും വെക്കേണ്ടത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. ശുഭദിനം കൂട്ടുകാരെ, പിന്നെ ഏതെങ്കിലുമൊക്കെ ചില പ്രേയറുകൾ, ഇതൊന്നും അല്ല ശരിക്ക്. കാരണം ഒരു പ്രൊഫഷണലി ഇത് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോ ആ രീതിയിൽ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ തന്നെ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇപ്പൊ നിങ്ങൾ പല തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ അംഗമായിട്ടുണ്ടാവും. ഏത് ഗ്രൂപ്പിലാണോ നിങ്ങൾ അംഗമായിട്ടുള്ളത്, പ്രധാനമായിട്ടും അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ നടക്കുന്ന ആക്ടിവിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഉദാഹരണം പറഞ്ഞെങ്കിൽ നമ്മൾ എല്ലാവരും കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് കേരള വിന്നിംഗ് ടീം. ഈ കേരള വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടാവും. ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പൊ അവിടെ നടക്കുന്ന പല പോസ്റ്റുകൾ അവിടെ വരുന്നുണ്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ അപ്പൊ നാളത്തെ മിറാക്കിൾ മോർണിംഗിനെ കുറിച്ചുള്ള പോസ്റ്റ് നിങ്ങളത് കണ്ടു എന്നുള്ളത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് പോസ്റ്റ് ചെയ്യണമെന്നല്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയാക്ഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും. മിനിമം അത്തരത്തിലുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, പ്രോഗ്രാം കഴിഞ്ഞില്ലെങ്കിൽ ആ പ്രോഗ്രാം ചെയ്ത വ്യക്തിക്ക് നമ്മൾ താങ്ക്സ് നോട്ട് വിടുക. ഇതൊക്കെ നമ്മളുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഈ രീതിയിൽ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക. ഇതിനെക്കുറിച്ച് വലിയൊരു ടോപ്പിക്കാണ്, വലിയ സബ്ജക്റ്റ് ആണ്. ഞാനിത് അധികം ഡീറ്റെയിലേക്ക് പോവാൻ ഇപ്പോ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഇനി സമയം എടുക്കുന്നില്ല. ഓക്കെ, അപ്പോ പ്രൊഫൈൽ പിക്ക് ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആവശ്യമുള്ളത് മാത്രം ഷെയർ ചെയ്യുക, ആവശ്യമില്ലാത്ത ഷെയർ ചെയ്തിരിക്കുക. ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടെ ഞാൻ പറയാതെ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് പറയാണ്. നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് ചില ആളുകൾ പ്രോഡക്റ്റിന്റെ പടം എടുത്ത് ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഒരിക്കലും അത് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുന്ന വ്യക്തി അതിൽ എന്തിനെയാണ് നോക്കുന്നത്? നിങ്ങൾ അതിലുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾ ഉണ്ട് എങ്കിൽ മാത്രമാണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ പിക്ചറിന് എന്തെങ്കിലും ഒരു മീനിങ് ഉള്ളൂ. ആ പ്രൊഡക്റ്റിന്റെ പിക്ചറിന് ഒരു മീനിങ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസിന് ഒരു മീനിങ് കൊടുക്കുന്നത് നിങ്ങളുടെ പടമാണ്. അപ്പൊ നിങ്ങളൊരു പ്രൊഡക്റ്റുമായിട്ട് നിൽക്കുന്ന ഒരു പടം നിങ്ങൾ ഇട്ടുകഴിഞ്ഞാൽ ഓക്കെയാണ്, ആളുകൾ ചോദിക്കുന്നത് എന്താ സംഭവം. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ വെറുതെ കുറെ പടങ്ങൾ ഇടരുത്, അതുകൊണ്ട് കാര്യങ്ങളില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഡു ഓൺലി വാട്ട് ഈസ് ഡ്യൂപ്ലിക്കബിൾ. എന്താണോ ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണോ മറ്റുള്ളവർക്ക് കൂടെ ഫോളോ ചെയ്യാൻ സാധിക്കുക, അത് മാത്രം ചെയ്യുക. ഉദാഹരണം പറഞ്ഞെങ്കിൽ നിങ്ങൾ ഒരു പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്നു. പ്ലാൻ പ്രസന്റേഷൻ നിങ്ങൾ പോകുന്നത്, നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്, നിങ്ങൾ ആ ലാപ്ടോപ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരുടെ കയ്യിലും ലാപ്ടോപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ വരുന്ന ഒരു വ്യക്തിക്ക് അത് ഡ്യൂപ്ലിക്കേറ്റബിൾ അല്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ഫ്ലിപ്പ് ചാർട്ട് ഉണ്ട്, ആ ഫ്ലിപ്പ് ചാർട്ട് വെച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു, വളരെ സിമ്പിൾ ആയിട്ട് പ്ലാൻ ചെയ്യുന്നു, അത് ഏതൊരു വ്യക്തിക്കും ഡ്യൂപ്ലിക്കബിൾ ആണ്. ഇപ്പൊ ഞാനിപ്പോ എനിക്ക് വെസ്റ്റീജിന്റെ ഇൻകം പ്ലാൻ എല്ലാ കണക്കുകളും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനൊരു വ്യക്തിക്ക് പ്ലാൻ ആദ്യമായിട്ട് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോ പിന്നീട് അടുത്ത പ്ലാൻ വരുന്ന സമയത്ത് നിങ്ങളാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്കിത് വലിയ ധാരണയില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഓൺലൈൻ പറയും, ശ്രീദാസ് സാറ് വന്നാൽ മതി, മറ്റാൾക്ക് വലിയ പിടുത്തൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ള രീതിയിൽ പറയും. അപ്പോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എല്ലാവർക്കും ഡ്യൂപ്ലിക്കബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഒരു സിംഹമായിട്ട് മാറേണ്ട, നിങ്ങളൊരു ഒരെങ്ങനായിട്ട് മാറുക.
സിംഹങ്ങൾ എപ്പോഴും തനിച്ച് സഞ്ചരിക്കുന്നവരാണ്. അവര് വേറെ ഒന്നിനെ കൂസാത്തവരാണ്. പക്ഷെ നമ്മളിവിടെ കുരങ്ങനായിട്ട് മാറുകയാണ് ഉദ്ദേശിച്ചത്. കുരങ്ങന്മാരെ എപ്പോഴും കൂട്ടമായിട്ട് നടക്കും. ഒരു വ്യക്തി ചെയ്യുന്നത് മറ്റുള്ള വ്യക്തി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഒരാൾ തലചൊറിഞ്ഞാൽ മറ്റുള്ള തലചൊറിയും എന്ന് പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോളോ ചെയ്യാം. ഓക്കെ, സോ ലാസ്റ്റ് പോയിന്റ്, do not discuss or promote any other business. Do not discuss or promote any other business or any other project within Vestige business. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യമാവട്ടെ, മറ്റേത് പ്രോജക്റ്റ് ആവട്ടെ, ഉദാഹരണം പറഞ്ഞെങ്കിൽ നിങ്ങളൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. നിങ്ങളുടെ ടീമിൽ വരുന്ന വ്യക്തികൾ, നിങ്ങളുടെ അപ്ലൈനോടോ ഡൗൺലൈനോടോ നമ്മൾ പോയി ചോദിക്കുകയാണ് ഒരു പോളിസി ഒന്ന് എടുക്കുവോ. ഇതെന്താണ്? നിങ്ങൾ നിങ്ങളുടെ ബിസിനസിനെ വെസ്റ്റീജ് ബിസിനസിനുള്ളിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചു നോക്കുക. നിങ്ങളൊരു ടീം ബിൽഡ് ചെയ്യുന്നു. ആ ടീമിലുള്ള വ്യക്തിയുടെ അടുത്ത് മറ്റൊരു വ്യക്തി വന്നിട്ട് വേറെ ഏതെങ്കിലും ബിസിനസിനെ കുറിച്ച് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടാവോ? സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടമാവില്ല. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വ്യക്തിക്ക് വേറെ, ഇത് നിങ്ങളൊരു ഫാമിലി ആയിട്ട് എടുക്കുക. നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലിയാണ്. നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് മറ്റൊരു വ്യക്തി വന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇഷ്ടാവില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോയി പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. മറ്റൊരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ആവാം. പലപ്പോഴും നമുക്കറിയാം MLM എന്ന് പറയുന്ന പേരിൽ കാണുന്ന നിരവധി ഇൻവെസ്റ്റ്മെന്റ് സ്കാമുകളുണ്ട്. സ്കീമല്ല, സ്കാമുകളാണ്. ഇതൊക്കെ നമ്മൾ ഇതിലേതെങ്കിലും പോയി നമ്മൾ പെടുകയും നമ്മുടെ ടീമിൽ പോയി ഇത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന സമയത്തുള്ള സിറ്റുവേഷൻ ആലോചിച്ചു. ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. കൂടാതെ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ, ഇപ്പൊ ഞാൻ വേദിക് പ്രൊഫഷനാണ്. ഒരാളെ എൻ്റെ അടുത്ത് പറയാണ് എനിക്ക് ബിസിനസ് ആകെ ടഫ് ടൈമാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയാണ് ഹോമം കഴിക്കുക എന്നുള്ള ഡയലോഗ് പോലെ ഹോമം വേണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്താവില്ല, അത് ഡ്യൂപ്ലിക്കബിൾ അല്ല. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ചെയ്യേണ്ട കാര്യം എന്താണ്? അവർക്ക് അവരുടെ ബിസിനസ് ഗ്രോത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എന്ത് പുതിയ ലേണിംഗ് ആണ് എടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഓൺലൈനുമായിട്ട് ഞാൻ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ അവരെ എപ്പോഴും നോക്കുന്നത് എന്ത് പുതിയ ലേണിംഗ് എടുത്തു കഴിഞ്ഞാൽ, പുതിയതായിട്ട് നിങ്ങൾ എന്ത് കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവും. അത് നിങ്ങൾ പഠിക്കുക, അത് നിങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ ഇതാണ് 9 കാര്യങ്ങൾ. ഈ 9 കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ലംഘിക്കാൻ പാടില്ലാത്ത നിയമങ്ങളാണ്. 9 നെവേഴ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. 9 ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇതിന്റെ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അപ്ലയൻസുമായിട്ട് സംസാരിക്കുക. അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഓരോ പോയിന്റ് ഗൈഡ് ചെയ്ത് തരുന്നുണ്ടായിരിക്കും. അപ്പോ ഇന്നത്തെ ദിവസം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാറട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഗ്രോ ചെയ്യാം. താങ്ക് യു. വിഷ് യു വെൽ. അപ്പൊ ഇത്ര